കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റേത് കൊട്ടേഷൻ കൊലപാതകമെന്ന് സൂചന. ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നം സ്വദേശിയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് വിവരം. കൊലയ്ക്ക് കാരണം കരുനാഗപ്പള്ളി ഓച്ചിറ കേന്ദ്രീകരിച്ചുള്ള രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട വൈരാഗ്യമാണെന്നാണ് കണ്ടെത്തൽ. മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, അപ്പോൾ എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്തേക്ക് കൂടുതലായി പോലീസ് പങ്കുവയ്ക്കുന്നു? വീണ, കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റേത് ഇപ്പോൾ കൊട്ടേഷൻ കൊലപാതകമെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ തന്നെ വള്ളിക്കുന്നം സ്വദേശിയായിട്ടുള്ള ഒരാൾ കൊട്ടേഷൻ നൽകിയതായാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇയാൾ ഒളിവിലാണ്. വർഷങ്ങളായി ഇവർ തമ്മിൽ വൈരാഗ്യമുണ്ടെന്നും വിലയിരുത്തുന്നുണ്ട്. ഈ കൊലയ്ക്ക് കാരണം രണ്ട് സംഘങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ മുൻപും ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ്. എന്തായാലും ഈ കരുനാഗപ്പള്ളി ഓച്ചിറ കേന്ദ്രീകരിച്ചിട്ടുള്ള രണ്ട് സംഘങ്ങൾ തമ്മിലാണ് ഈ തർക്കം നിലനിന്നിരുന്നത്. അതേസമയം തന്നെ സന്തോഷിനെ കൊലപ്പെടുത്തിയ സംഘം മറ്റൊരു യുവാവിനെയും ആക്രമിച്ചിരുന്നു. ഈ നാലംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം ഈ കൊലപാതകം നടത്തിയത്. ഈ എഫ്ഐആറിൽ തന്നെ അതിന്റെ മുൻവൈരാഗ്യമാണെന്നുള്ള കാരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൺവെട്ടി ഉപയോഗിച്ച് ഈ സന്തോഷിന്റെ മുറിയുടെ വാതിൽ തകർത്തുകൊണ്ട് അതോടൊപ്പം സ്ഫോടക വസ്തു ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. എന്തായാലും സന്തോഷ് ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ മരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു യുവാവിന്, അതായത് അനീറിനാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും ഇത് രണ്ടും നടത്തിയത് ഒരു സംഘമാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്. പിന്നാലെ അന്വേഷണത്തിൽ ഒരു കാറ് കണ്ടെത്തിയിരുന്നു. ഈ കാറിന്റെ ഉടമസ്ഥനെയും അതോടൊപ്പം തന്നെ ഈ കാറ് ഈ പ്രതികൾക്ക് ക്രമീകരിച്ച് നൽകിയ ഒരാളെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും പ്രതികളിലേക്ക് പോലീസ് എത്തുകയാണ്. പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. കൊട്ടേഷൻ നൽകിയത് വള്ളികുന്നം സ്വദേശി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊലയ്ക്ക് കാരണം വർഷങ്ങൾ നീണ്ട വൈരാഗ്യമെന്നും മനസ്സിലാക്കുന്നു.